ചില പദ്ധതികൾ നടപ്പാക്കുന്നതിൽ നല്ല പങ്കുവഹിക്കാൻ സാധിച്ചു എന്നുള്ളതിൽ എനിക്ക് അഭിമാനമുണ്ട്. വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഇന്ന് കേരള ഗവൺമെൻറ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രോജക്റ്റായിട്ട് എടുത്തു കാണിക്കുന്ന വിഴിഞ്ഞം പ്രോജക്റ്റാണ്. യഥാർത്ഥത്തിൽ ആ പ്രോജക്റ്റ് എല്ലാവർക്കും അറിയാം. അത് ശ്രീ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ സമയോചിതമായ നേതൃത്വത്തിലും ഇടപഴകലും ഉണ്ടായതാണ്. അന്ന് തുറമുഖ വകുപ്പ് മന്ത്രി ആയി പ്രവർത്തിച്ചിരുന്നത് ഞാനാണ്. അതുപോലെ തന്നെ കണ്ണൂർ വിമാനത്താവളവും UDF ഗവൺമെൻറ് കാലത്താണ് അത് നിർമ്മാണം ആരംഭിച്ചതും ഏതാണ്ട് 80% നിർമ്മാണം പൂർത്തിയാക്കിയത്. ആ വകുപ്പിൻ്റെയും ചുമതല എനിക്കായിരുന്നു. നെടുമ്പാശ്ശേരി എയർപോർട്ടിലും ഇൻ്റർനാഷണൽ ടെർമിനലിൽ ആദ്യം ഇന്നിപ്പോൾ അതിനകത്ത് മാറ്റം വന്നിട്ടുണ്ട്. എന്നാൽ ആ ടെർമിനൽ നിർമ്മാണം ആരംഭിച്ചതും അവിടെ സോളാർ പദ്ധതി ആവിഷ്കരിച്ചതെല്ലാം ആ കാലഘട്ടത്തിലാണ്. ഏതായാലും ഗവൺമെൻറ് പ്രവർത്തിച്ചപ്പോൾ മത്സ്യത്തൊഴിലാളി മേഖലയിലും ധാരാളം ക്ഷേമ പദ്ധതികൾ നടപ്പാക്കാനുമൊക്കെ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഗവൺമെൻറ്റിൽ പ്രവർത്തിക്കുമ്പോഴും MLA എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുമ്പോഴും വലിയ ആക്ഷേപമില്ലാത്ത നിലയിൽ പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ള ചാരിതാർത്ഥ്യമുണ്ട് എനിക്ക്. ഞാൻ ഇടക്കാലത്ത് 2016 പരാജയപ്പെട്ടെങ്കിലും 2021 വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധിച്ചു. അത് പരാജയപ്പെട്ടതിനെ തുടർന്ന് ആ സീറ്റ് തിരിച്ചു പിടിക്കണമെന്നുള്ള ഒരു വാശിയോടുള്ള പ്രവർത്തനം നടത്തി ആ സീറ്റ് തിരിച്ചു പിടിക്കാൻ സാധിച്ചു. ഞാൻ 4 തവണ മത്സരിച്ചപ്പോൾ ഉള്ള തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലമല്ല ഇപ്പോൾ ഉള്ളത്. ഞാൻ ആദ്യം 91 വന്ന് മത്സരിക്കുമ്പോൾ ഉള്ള തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലത്തിൻ്റെ ഏതാണ്ട് 73% ഏരിയ ഇന്ന് തൃക്കാക്കരയിലും എറണാകുളം നിയോജകമണ്ഡലത്തിലുമാണ്. പഴയ പള്ളുരുത്തി ശ്രീ ഡൊമിനിക് പ്രസൻറ്റേഷൻ പ്രതിനിധീകരിച്ചിരുന്ന പള്ളുരുത്തി നിയോജകമണ്ഡലത്തിൻ്റെ ഭൂരിപക്ഷം മേഖലയാണ് ഇപ്പോൾ തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലത്തേക്ക് വന്നിട്ടുള്ളത്. ആ നിയോജകമണ്ഡലം 2011 വരുമ്പോഴും കോൺഗ്രസ്സിന് ഈ ജില്ലയിലെ ഏറ്റവും മോശം സീറ്റ് എന്നുള്ള നിലയിലാണ് കണക്കാക്കിയിരുന്നത്. പക്ഷെ എന്നാലും അവിടെയും മത്സരിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധിച്ചു. 16 കൈവിട്ട് പോയെങ്കിലും 21 തിരിച്ചു പിടിക്കാൻ സാധിച്ചു. അപ്പോൾ അങ്ങനെ സാമാന്യം ജനങ്ങളുമായി ബന്ധപ്പെട്ട് നന്നായി പ്രവർത്തിക്കാൻ സാധിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. എൻ്റെ ഈ കാലയളവിലൊക്കെ ഉള്ള പ്രവർത്തനങ്ങളിൽ ഞാൻ നേരത്തെ KSU കാലം മുതൽ പ്രവർത്തനത്തിലും എറണാകുളം പ്രസ് ക്ലബ്ബുമായിട്ടൊക്കെ നന്നായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നതാണ്. അന്നത്തെ പത്രപ്രവർത്തകർ ഒരു പത്രത്തിലുള്ള ആളുകൾ ഇന്നില്ല. എല്ലാവരും തന്നെ മാറിക്കഴിഞ്ഞു. എല്ലാവരും തന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്നവരും വളരെ കുറവാണ്. ഏതായാലും പ്രവർത്തനം എറണാകുളത്ത് വന്ന് പ്രവർത്തനം ആരംഭിച്ച കാലം മുതൽ തന്നെ പ്രസ് ക്ലബ്ബുമായി ബന്ധമുണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിൽ പ്രസ് ക്ലബിനും ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്തു കൊടുക്കാനും എനിക്ക് സാധിച്ചു. വളരെ കാലം എറണാകുളം പ്രസ് ക്ലബ്ബ് ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ കുറച്ച് സ്ഥലം പ്രസ് ക്ലബിന് ലഭിക്കുന്നതിന് വേണ്ടി അതിനും എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു. ഏതായാലും നിങ്ങളെല്ലാം ഈ സുദീർഘമായ എൻ്റെ പ്രവർത്തന കാലഘട്ടത്തിൽ നൽകിയ എല്ലാ സഹായത്തിനും പിന്തുണയ്ക്കും നിങ്ങളോട് നന്ദി രേഖപ്പെടുത്തുന്നു.